വെൽക്കം ബാക്ക്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കേരള നവോത്ഥാനത്തിൻ്റെ അവിഭാജ്യ ഘടകമായ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നു. ദക്ഷിണ കേരളത്തിലെ ചാന്നാർ അഥവാ നാടാർ സമുദായങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകൻ. തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ചു. സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളുമില്ലാതെ എല്ലാവരുടെയും സമത്വത്തിനായി നിലകൊണ്ട നവോത്ഥാന നായകൻ. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകൻ. ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ. സവർണജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കനികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് സവർണ അവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ. കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കുവാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ. പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയ വ്യക്തി. സ്വാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപത്തുള്ള മുന്തിരിക്കിണർ അഥവാ സ്വാമിക്കിണർ നിർമ്മിച്ച വ്യക്തി. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയർ പരസ്യമായി വലിച്ച് ആചാരലംഘനം നടത്തിയ നേതാവ്. കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ച വ്യക്തി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി. ഒന്നുകൂടി പറയാം, പഠിക്കുന്നത് വൈകുണ്ഠസ്വാമികളെ കുറിച്ചാണ്. കേരളത്തിലെ നവോത്ഥാന പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നു. ദക്ഷിണ കേരളത്തിലെ ചാന്നാർ അഥവാ നാടാർ സമുദായങ്ങളിൽ നവോത്ഥാന സന്ദേശം എത്തിച്ച നവോത്ഥാന നായകൻ. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. തുവയൽ പന്തി കൂട്ടായ്മ സ്ഥാപിച്ച വ്യക്തി. സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ വ്യക്തി. ഒരു തരത്തിലുള്ള വിവേചനങ്ങളുമില്ലാതെ എല്ലാവരുടെയും സമത്വത്തിനായി നിലകൊണ്ട നവോത്ഥാന നായകൻ. ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത നവോത്ഥാന നായകൻ. ഊഴിയവേല എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ. സവർണജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർക്ക് അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തത്തെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ. ഭക്ഷ്യവസ്തുക്കളായ അരി, ചെറുപയർ, കായ്കനികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് സവർണ അവർണ ഭേദമന്യേ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നവോത്ഥാന നായകൻ. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി. കലിയുഗത്തിനു പകരം ധർമ്മയുഗം സ്ഥാപിക്കുവാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ. പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കി. സ്വാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപത്തുള്ള മുന്തിരിക്കിണർ അഥവാ സ്വാമിക്കിണർ നിർമ്മിച്ച വ്യക്തി. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയർ പരസ്യമായി വലിച്ച് ആചാരലംഘനം നടത്തിയ നേതാവ്. കണ്ണാടിയിൽ കാണുന്ന സ്വന്തം പ്രതിബിംബത്തെ ആരാധിക്കാൻ നിർദ്ദേശിച്ച വ്യക്തി. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ വ്യക്തി, മുദ്രാവാക്യം മുഴക്കിയ വ്യക്തി. ഇതാണ് വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. 1809 മാർച്ച് 12 ജനനം. ജന്മസ്ഥലം സ്വാമിത്തോപ്പ്. പിതാവ് പൊന്നുനാടാർ, മാതാവ് വെയിലാളമ്മ, ഭാര്യ തിരുമാലമ്മാൾ. ബാല്യകാലനാമം മുടിചൂടും പെരുമാൾ അഥവാ മുത്തുക്കുട്ടി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ജനനം 1809 മാർച്ച് 12, ജന്മസ്ഥലം സ്വാമിത്തോപ്പ്,
പിതാവ് പൊന്നുനാടാർ, മാതാവ് വെയിലാളമ്മ, ഭാര്യ തിരുമാലമ്മാൾ. ബാല്യകാലനാമം മുടിചൂടും പെരുമാൾ അഥവാ മുത്തുക്കുട്ടി. വിശേഷണങ്ങൾ: സമ്പൂർണ്ണദേവൻ എന്നറിയപ്പെടുന്നു, ശിവനാരായണൻ എന്നറിയപ്പെടുന്നു, നാരായണ പണ്ടാരം എന്നറിയപ്പെടുന്നു. മുടിചൂടും പെരുമാൾ എന്ന മാതാപിതാക്കൾ നൽകിയ നാമം സവർണ മേധാവികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുത്തുക്കുട്ടി എന്നാക്കേണ്ടി വന്നു. രാജാധികാരത്തെ എതിർത്ത ആദ്യ വിപ്ലവകാരി. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചു. തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വേൺനീച ഭരണം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയുമാണ് വൈകുണ്ഠസ്വാമികൾ. രാജാധികാരത്തെ എതിർത്ത ആദ്യ വിപ്ലവകാരി. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചു. തിരുവിതാംകൂർ ഭരണത്തെ കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ച വിപ്ലവകാരിയാണ് വൈകുണ്ഠസ്വാമി. 1836 സമത്വ സമാജം ശുചീന്ദ്രത്ത് സ്ഥാപിച്ചു. 1836 സമത്വ സമാജം ശുചീന്ദ്രത്ത് സ്ഥാപിച്ചു. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമാണ് സമത്വ സമാജം. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യർ സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കാൻ സഹായിച്ച സംഘടനയാണ് സമത്വ സമാജം. കന്യാകുമാരി ജില്ല, തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്താണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ടത് 1836. ഇതാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം. വൈകുണ്ഠസ്വാമികൾ പൂവാന്തർതോപ്പിൽ വച്ച് തൻ്റെ യുഗതപസ് ആരംഭിക്കുന്നത് 1833. വൈകുണ്ഠസ്വാമികൾ പൂവാന്തർതോപ്പിൽ വച്ച് തൻ്റെ യുഗതപസ് ആരംഭിക്കുന്നത് 1833. അദ്ദേഹത്തെ സ്വാധീനിച്ച പ്രശസ്ത കൃതിയാണ് തിരുക്കുറൽ. അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത് തിരുച്ചെന്തൂർ വച്ച് 1833. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഇത് 1859 ചാന്നാർ ലഹളക്ക് പ്രചോദനമായി. റിപ്പീറ്റ് ചെയ്യുന്നു. വൈകുണ്ഠസ്വാമികൾ പൂവാന്തർതോപ്പിൽ വച്ച് തൻ്റെ യുഗതപസ് ആരംഭിക്കുന്നത് 1833. അദ്ദേഹത്തെ സ്വാധീനിച്ച പ്രശസ്ത കൃതിയാണ് തിരുക്കുറൽ. അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നത് തിരുച്ചെന്തൂർ വെച്ച് 1833 തന്നെ. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. ഇത് 1859 ചാന്നാർ ലഹളയ്ക്ക് പ്രചോദനമായി. ഇനി ചാന്നാർ ലഹള എന്താണെന്ന് നോക്കാം. കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നു. ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്നും അറിയപ്പെടുന്നു. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1859 ജൂലൈ 26. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ ഉത്തരവ് നൽകി എന്നാലോചിക്കുക. അപ്പോൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് 1859 ജൂലൈ 26 ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത്. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറക്കാൻ അനുവാദം നൽകിയ ദിവാനാണ് കേണൽ മൺറോ. ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ചാന്നാർ സ്ത്രീകൾക്ക് കുപ്പായം കൊണ്ട് ശരീരം മറക്കാൻ അനുവാദം നൽകിയ ദിവാനാണ് കേണൽ മൺറോ. വൈകുണ്ഠസ്വാമികൾ കൊണ്ടുവന്ന ധാർമ്മിക വിശ്വാസ വ്യവസ്ഥയാണ് അയ്യാവഴി. അയ്യാവഴിയെക്കുറിച്ച് കൂടുതൽ. വൈകുണ്ഠസ്വാമികൾ കൊണ്ടുവന്ന ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ പിതാവിൻ്റെ വഴി എന്നും അറിയപ്പെടുന്നു. അയ്യാവഴി. തമിഴ്നാടാണ്. ആലോചിക്കുക. പിതാവിൻ്റെ വഴി എന്നും അറിയപ്പെടുന്നു. ചിഹ്നം തീജ്വാലയേന്തിയ താമര. പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്, ഓർത്തു വയ്ക്കുക. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാലയേന്തിയ താമര. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം ദച്ചിനം. എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ദച്ചിനം അഥവാ തിരുച്ചെന്തൂർ. അയ്യാവഴി മതത്തിൻ്റെ പ്രധാന ക്ഷേത്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് പതികൾ എന്നാണ്. അയ്യാവഴിയുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അഖില തിരുട്ട് അമ്മാനെ. അയ്യാവഴി എന്ന സിനിമ സംവിധാനം ചെയ്തത് നാഞ്ചിൽ PC അൻപഴകൻ.
ഒന്നുകൂടെ പറയുന്നു, വൈകുണ്ഠസ്വാമികൾ കൊണ്ടുവന്ന ധാർമ്മിക വിശ്വാസ വ്യവസ്ഥയാണ് അയ്യാവഴി. പിതാവിൻ്റെ വഴി എന്നും അറിയപ്പെടുന്നു. ചിഹ്നം തീജ്വാലയേന്തിയ താമര. അയ്യാവഴി മതത്തിൻ്റെ പുണ്യസ്ഥലം ദക്ഷിണം അഥവാ തിരുച്ചെന്തൂർ. അയ്യാവഴി മതത്തിൻ്റെ പ്രധാന ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് പതികൾ. അയ്യാവഴിയുടെ ബൈബിൾ അഖിലത്തിരുട്ട് അമ്മാനെ. അയ്യാവഴി എന്ന സിനിമ സംവിധാനം ചെയ്തത് നാഞ്ചിൽ PC അൻപഴകൻ. ഇനി വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവിളൈ, കന്യാകുമാരി. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തലവിളൈ, കന്യാകുമാരി. വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ. വൈകുണ്ഠസ്വാമിയുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ. 5 പേരടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണത്തെ സീഡർ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികൾ അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾനൂൽ. അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾനൂൽ എന്നിവയാണ് വൈകുണ്ഠസ്വാമികളുടെ പ്രശസ്ത കൃതികൾ. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സ്ഥലമാണ് ശിങ്കാരത്തോപ്പ്. 110 ദിവസത്തെ ജയിൽ വാസത്തിന് ശേഷം വൈകുണ്ഠസ്വാമികൾ മോചിതനാവുന്നത് 1839 മാർച്ച് 26-നാണ്. റിപ്പീറ്റ് ചെയ്യുന്നു, വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തലവിളൈ, തമിഴ്നാടിലെ കന്യാകുമാരിയിൽ. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തലവിളൈ, കന്യാകുമാരി. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യൻ തൈക്കാട് അയ്യ. 5 പേരടങ്ങിയ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യഗണം അറിയപ്പെടുന്നത് സീഡർ. കൃതികൾ അഖിലത്തിരുട്ട് അമ്മാനെ, അരുൾനൂൽ. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ച സ്ഥലമാണ് ശിങ്കാരത്തോപ്പ്. ശിങ്കാരത്തോപ്പിലെ ജയിൽവാസത്തിന് ശേഷം 110 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം വൈകുണ്ഠസ്വാമികൾ മോചിതനാവുന്നത് 1839 മാർച്ച് 26-ന്. മാർച്ച് 26 പൊതു അവധി പ്രഖ്യാപിച്ച തമിഴ്നാട്ടിലെ ജില്ലയാണ് കന്യാകുമാരി. വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് VSDP, വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ. സംസ്ഥാനത്തെ ലഹരി നിർമ്മാർജ്ജനം നടത്തുക, വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 പൊതു അവധിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് VSDP സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ സമരമാണ് നിലവിളി സമരം. 2014 നവംബറിൽ. മാർച്ച് 26 പൊതു അവധി പ്രഖ്യാപിച്ച തമിഴ്നാട്ടിലെ ജില്ലയാണ് കന്യാകുമാരി. വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് VSDP, വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ. സംസ്ഥാനത്തെ ലഹരി നിർമ്മാർജ്ജനം നടത്തുക, വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 പൊതു അവധിയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് VSDP സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ സമരമാണ് നിലവിളി സമരം. 2014 നവംബറിലാണ് നിലവിളി സമരം നടന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഉദ്ധരണികൾ: ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്. ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ നീതി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അത് പറഞ്ഞതാരാണെന്ന് നിങ്ങൾക്കറിയാം. ഇത് ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്. ഒരു കുലവും കൂടി അവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ആ ഉദ്ധരണി ആരുടേതാണ്? വൈകുണ്ഠസ്വാമി. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ലോകമൊന്ന്. ഇത് വൈകുണ്ഠസ്വാമി. ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ദൈവം, ഒன்றേ ഉലകം, ഒன்றേ നീതി. ഇതും വൈകുണ്ഠസ്വാമിയുടെ ഉദ്ധരണിയാണ്. 1851 ജൂൺ 3-ന് അന്തരിച്ചു. 1851 ജൂൺ 3-ന് വൈകുണ്ഠസ്വാമി അന്തരിച്ചു. വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.